ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് കല്യാണം കഴിക്കണം, ഒരു 10 കുട്ടികളെ വാപ്പയാണോ. അതായത് ഇജ് പൊളിക്ക് മുത്തേ, അടിച്ച് സ്കോർ ചെയ്യ് സിക്സർ. എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ ഓരോ ഉമ്മാരും ഉപ്പാരും കാലത്തൊക്കെ ഓർക്കൊക്കെ 10 കുട്ടികള് അല്ലെങ്കിൽ 8, 9 അത്ര കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പത്തെ നമ്മളെ ഈ ഒരു ജനറേഷനില് ഒരു 2 കുട്ടി 3 കുട്ടി 4 കുട്ടി ആകുമ്പോൾ ഒതുങ്ങിക്കണ്. അപ്പൊ ഞാൻ ആ പണ്ടത്തെ ജനറേഷനത്തെ ആ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ അത് ഞാൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു അത് പൊളിച്ച് മോനെ. ഇന്നെപ്പോലെ വെറൈറ്റിയായി ചിന്തിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ. രീതിക്ക് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഡിഫറെന്റ് ആവൂലേ? എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ അങ്ങനെ കമന്റ് ചെയ്യട്ടെ എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. എത്ര നിഷ്കളങ്കമായ ഒരു ചെറുപ്പക്കാരൻ്റെ ആഗ്രഹമാണല്ലേ ഗൈസ്. അതായത് 10 കുട്ടികളുടെ വാപ്പയായി ഇരിക്കണം എന്നാണ് പറയുന്നത്. ഏതായാലും ദൈവത്തിൻ്റെ ആ ഒരു കാരുണ്യം കൊണ്ട് നിൻ്റെ ആഗ്രഹം സഫലീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ട്, അതിന് നിനക്ക് പെണ്ണ് കിട്ടണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യനെ ഒരുപാട് കളിയാക്കിയിട്ടുള്ള കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ആരും വിചാരിച്ച വെച്ച് പോലെയൊന്നല്ല മക്കളെ ഈ പ്രകൃതിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ നീയൊക്കെ കാണുന്നതിലും നിൻ്റെയൊക്കെ മുന്നിൽ കൂടെ തന്നെ ആ പയ്യൻ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടിയും കൂട്ടി പോകുന്നത് നിൻ്റെയൊക്കെ കണ്ണുമുന്നിൽ തന്നെ കാണാൻ പറ്റും. ഒറ്റയടിക്ക് അങ്ങോട്ട് വിധി പ്രസ്താവിക്കല്ലേ മോനെ. ആ പയ്യൻ സ്കോർ ചെയ്യട്ടെ, അവന് സമയമുണ്ടല്ലോ. നീയൊക്കെ ഒറ്റയടിക്ക് അവന് പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ എവിടെ ശരിയാവും ആ ഒരു ന്യായം. ഏതായാലും ഇവൻ തന്നെയാണ് കേട്ടോ കേരളത്തിലെ നമ്പർ 1 ആൺകുട്ടിക്കുള്ള അവാർഡ് ഇവൻ തന്നെയാണ് കേട്ടോ. കാരണം 1, 2 ഒന്നുമല്ല 10 കുട്ടികളുടെ വാപ്പയാവാനാണ്. ചില്ലറ ആഗ്രഹമൊന്നുമല്ല. ഏതായാലും നല്ലൊരു ആഗ്രഹമാണ്. അതേതായാലും സാധിക്കട്ടെ. നല്ല ജോലിയൊക്കെ ആയി മുമ്പോട്ട് പോട്ടെ. ഉപ്പയും ഉമ്മയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോട്ടെ ഉബൈദെ. അപ്പം ഉബൈദിന് ഒരു സ്പെഷ്യൽ ആശംസ.